ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടു വീഡിയോ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈഫ് ഫസ്റ്റ് ഓൺ ഓൾവേസ് പോസിറ്റീവ് ആയി. ജനനായകൻ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ അവസാന ചിത്രം, അതോടൊപ്പം അദ്ദേഹം CM ആയി കഴിഞ്ഞുള്ള ആദ്യ ചിത്രം എന്ന പ്രത്യേകതയുമുണ്ട് ഈ ഒരു ചിത്രത്തിന്. അപ്പോൾ ഇതിന് പുറകിലെ കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കഴിഞ്ഞ ജനുവരി, അതായത് പൊങ്കലിനോട് റിലീസ് ചെയ്യേണ്ട ചിത്രം സെൻസറിങ്ങും കാര്യങ്ങളൊക്കെ വൈകുന്നു. ചിത്രം ലേറ്റ്, പിന്നെ രാഷ്ട്രീയ കാരണങ്ങളുമൊക്കെ കൊണ്ട് ചിത്രം റിലീസ് ചെയ്യാൻ ലേറ്റാവുന്നു. അതിനുശേഷം ചിത്രം ലീക്കാവുന്നു. ഒട്ടേറെ പേർ സിനിമ കാണുന്നു. അതിനുശേഷം ഇലക്ഷൻ നടക്കുന്നു. വിജയ് CM ആകുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു വിജയ് CM ആകുന്നു. അതിനുശേഷം എല്ലാ നടപടികളും പൂർത്തിയായി ചിത്രം ജൂലൈ 23, അതായത് നാളെ ചിത്രം റിലീസാകും. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നാളെ തമിഴിലെ മറ്റൊരു സൂപ്പർ താരമായ സൂര്യയുടെ പിറന്നാൾ ദിനത്തിനാണ് ചിത്രം റിലീസാകുന്നു എന്നൊരു പ്രത്യേകതയും ഈ ഒരു സിനിമയ്ക്കുണ്ട്. വൺ ലാസ്റ്റ് ടൈം, അതായത് അദ്ദേഹത്തിൻ്റെ 69ാമത് ചിത്രം, അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചിത്രം ലീക്കായി എന്നതിലൊക്കെ അവിടെ ഉണ്ടെങ്കിലും, ഒട്ടേറെ പേർ ചിത്രം കണ്ടെങ്കിലും, അദ്ദേഹത്തിൻ്റെ ഫെയർവെൽ ചിത്രം എന്ന നിലയിൽ എല്ലാവരും ടിക്കറ്റ് എടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ തെളിവാണ് പ്രീ റെക്കോർഡ് അല്ലെങ്കിൽ പ്രീ സെയിൽസിലും ഒക്കെ കാണുന്നത്. അതിൻ്റെ തെളിവാണ്. തമിഴ്നാട്ടിൽ നല്ല ബുക്കിംഗാണ്, കേരളത്തിൽ നല്ല ബുക്കിംഗാണ്, അതോടൊപ്പം ഓവർസീസിലെ കാര്യങ്ങൾ എല്ലായിടത്തും നല്ല ബുക്കിംഗാണ്. കാരണം അദ്ദേഹത്തിനുള്ള ഫാൻ ബേസും കാര്യങ്ങളും ഒക്കെ അത്ര വലുതാണെന്നറിയാം. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ഫാൻ ബേസ് എന്നതിലുപരി അല്ലെങ്കിൽ ഒരു ജനറേഷനെ മൊത്തം എൻ്റർടൈൻ ചെയ്യിപ്പിച്ച ഒരു നടൻ്റെ അവസാന ചിത്രം എന്ന രീതിയിൽ, അതപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എൻ്റെയൊക്കെ ചൈൽഡ്ഹുഡ് വളരെയധികം എൻ്റർടൈൻ ചെയ്യിപ്പിച്ച ഒരാളാണ് ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഡാൻസ് ആയിക്കോട്ടെ, ഫൈറ്റ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും, മാസും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഒട്ടേറെ സിനിമകൾ നമ്മൾ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്, അതും ഫസ്റ്റ് ഡേ തന്നെ. അപ്പോൾ അങ്ങനെയുള്ളൊരു നടൻ്റെ അവസാന ചിത്രം എന്ന രീതിയിൽ എല്ലാവരും ടിക്കറ്റ് എടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഓൾറെഡി ബാലയുടെ ചിത്രത്തിൻ്റെ റീമേക്ക് ആണെന്നറിയാം. അതോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ പാർട്ടി അജണ്ടയും കാര്യങ്ങളൊക്കെ ചിത്രത്തിലുണ്ടെന്നും ഇത് എല്ലാ കാര്യങ്ങളും നമുക്കറിയാമെങ്കിലും, പിന്നെ അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു എന്താ പറയുന്നത്, ഇത്രയും നാൾ നമ്മൾ എൻ്റർടൈൻ ചെയ്യിപ്പിച്ച നടൻ്റെ ഫെയർവെൽ ചിത്രം എന്ന രീതിയിൽ എല്ലാവരും ടിക്കറ്റ് എടുക്കും എന്നതിൻ്റെ തെളിവാണ് പ്രീ സെയിൽസിനും കാര്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. ഏതായാലും ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം എന്ന രീതിയിലാണ്. ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം നമുക്ക് അറിയാം. ബാലയുടെ ചിത്രമാണ് എന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പിന്നെ ഇതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ചെയ്യാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം, അല്ലെങ്കിൽ സ്ക്രീനിൽ ഇനി ഇദ്ദേഹത്തെ ഒരിക്കലും കാണാൻ സാധിക്കില്ല. ഈ തീരുമാനം മാറ്റുമല്ലോ എന്നറിയാം. നമുക്കറിയാം, രാഷ്ട്രീയത്തിൽ ബിസിയായി, മുഖ്യമന്ത്രിയായി, ഇനി രാഷ്ട്രീയത്തിൽ കണ്ടിന്യൂ ആയിട്ട് അദ്ദേഹം തുടരും. അതുകൊണ്ട് തന്നെ ഇതിൽ സിനിമകൾ ചെയ്യാനൊന്നും സാധ്യതയില്ല. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫെയർവെൽ എന്ന രീതിയിലായിരിക്കും ഈ ചിത്രം ശ്രദ്ധിക്കപ്പെടുക എന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. ഏതായാലും ജൂലൈ 23 ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. ഈ ചിത്രം ഇനി എത്രത്തോളം ബോക്സ് ഓഫീസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നതാണ് ഇനി അടുത്ത് ഉറ്റുനോക്കേണ്ടത്. അപ്പോൾ ചിത്രത്തിന് കിട്ടുന്ന ആ ഒരു മൈലേജും കാര്യങ്ങളും പ്രീ സെയിൽസ് കാര്യങ്ങളൊക്കെ ലീക്കായിട്ടും ഈ ചിത്രത്തിന് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും കാര്യങ്ങളിലൊക്കെ. കാരണം തമിഴ്നാട് ഭരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ്, അദ്ദേഹമാണ് അവിടുത്തെ CM. ഏതായാലും അദ്ദേഹത്തിൻ്റെ 69ാമത് ചിത്രം, ഒരു 32 വർഷത്തോളം ഒരു ജനറേഷനെ മൊത്തം എൻ്റർടൈൻ ചെയ്യിപ്പിച്ച അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം. ബ്ലാസ്റ്റ് അനിരുദ്ധിൻ്റെ മ്യൂസിക്കും. വിനോദാണ് സംവിധായകൻ. വിനോദ് ഒട്ടേറെ ഇൻ്റർവ്യൂസ് ഈ അടുത്തടുത്ത് സിനിമയോട് പ്രമോഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഏതായാലും നല്ലൊരു ചിത്രമായിരിക്കും. നല്ലൊരു ഫാർവെലും കാര്യങ്ങളും, നല്ല ചിത്രമായിരിക്കും. ഓഫ് കോഴ്സ് ഒരു ഫാർവെലും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.